പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഭക്തിയോടെ പ്രാർത്ഥിക്കണേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, ഇന്നത്തെ നിയോഗമാണ്, ഇന്നത്തെ പ്രാർത്ഥന ആവശ്യം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവ് ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവ് ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് ഇന്നത്തെ ദിവസത്തേക്ക് അതിന്റെ ആവശ്യങ്ങളെയും അങ്ങയുടെ തിരുസേനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അതാ ദിവസങ്ങൾക്ക് അതാതിന്റെ ഉത്കണ്ഠകൾ മതിയെന്ന് പറഞ്ഞല്ലേ കർത്താവ്. ഇന്നത്തെ ഉത്കണ്ഠകൾ അങ്ങയുടെ തിരുസന്നിധിയിൽ അതിരാവിലെ പ്രാർത്ഥനയാക്കി മാറ്റുന്നു. രോഗികളെ അങ്ങ് സ്പർശിക്കണ കർത്താവേ. കിടപ്പ് രോഗികളെ മാത്രമല്ല ഈശോയെ, രോഗം വന്നത് കാരണം പണിക്ക് പോകാൻ പറ്റാതെ കുടുംബത്തിന് വരുമാനം മുട്ടിയ മക്കളുണ്ട് ഈശോയെ. കുടുംബത്തിന് വരുമാനം മുട്ടിയ കാരണം വരുമാനം ചെയ്തുകൊണ്ട് നടക്കിക്കൊണ്ടിരുന്ന ആളിന് ഇപ്പോൾ വരുമാനം ഇല്ലാത്ത കാരണം കുടുംബത്തിൽ വിലമതിക്കാത്തതിൻ്റെ മാനസിക പീഡ അനുഭവിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ സങ്കടങ്ങൾ നീ എല്ലാം തിരിച്ചറിയണം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശരീരം അസുഖം നീരുള്ളവരെ കാണിക്കുന്നു. മുതുകിനെല്ലാം നീരിങ്ങനെ പറ്റി കിടക്കുന്നവരെ കുടുങ്ങി കിടക്കുന്നവരെയും കാണിക്കുന്നുണ്ട് ഈശോയെ. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുമുറുവാടുന്ന ആണിപ്പെടുതാർന്ന വലതുകരം നീര് കല്ലച്ച് കിടക്കുന്ന കുടുങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം നീ വെക്കണം ഈശോയെ. ശരീരം മുഴുവൻ പനിക്കുന്നുണ്ട് ഈശോയെ, അവരെ സ്പർശിക്കണമേ. ചെവിയും കണ്ണുമൊക്കെ എപ്പോഴും ഊതുകയും വേദനപ്പെടുകയും ചെയ്യുന്നവരുണ്ട് ഈശോയെ. മാറാത്ത പല്ലുവേദനയും തൊണ്ട വഴുക്കലും ഒക്കെ പനി അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ഭക്ഷണം കഴിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് ഒന്ന് വിശപ്പുകയുടെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായും മാസങ്ങളായവരുണ്ട് ഈശോയെ. കർത്താവ് കുടലെല്ലാം വെന്ത് പോയ ആൾക്കാരുണ്ട്, അവരെല്ലാം വിശുദ്ധമായ രക്തത്തെ കഴുകണമേ കർത്താവേ. കർത്താവ് ശിരസിൽ എപ്പോഴും ഭാരമുള്ളവർ തോന്നുകയും എപ്പിലെപ്സിയും അതുപോലെ തന്നെ ചുഴലിയൊക്കെ വരികയും ഉറക്കം കിട്ടാതിരിക്കുകയും രാത്രി ഉറങ്ങാതെ കിടക്കുന്നവരുണ്ട് ഈശോയെ. അവർക്ക് അതുപോലെ തന്നെ പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവർ, മക്കളില്ലാത്തവർ, മക്കൾ അനുസരണ ഇല്ലാത്തവർ, മക്കൾ തെറ്റായ പ്രണയത്തിൽ
ബന്ധത്തിൽ അകപ്പെട്ടിരിക്കുന്നവർ, തെറ്റായ ലഹരിപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ, മക്കൾ ജയിലിലായവരുണ്ട്. ഈശോയെ, മക്കൾ എത്ര തോന്നിവാസം കാണിച്ചാലും അതെല്ലാം ശാസിക്കേണ്ടവർ ശാസിക്കുമ്പോഴേ മക്കളുടെ കൂടെ നിന്നുകൊണ്ട് ആ തിന്മകളെ കുടുംബത്തിൽ വളരെ അനുവദിക്കുന്ന പൈശാചികമായ പ്രവർത്തനങ്ങൾ കാണിക്കുന്നുണ്ട് ഈശോയെ കുടുംബത്തിൽ. ദൈവമേ, ഇവരെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തങ്ങളെ സന്ധിക്കാൻ അപ്പനെയോ അമ്മയ്ക്കോ കുടുംബത്തിനോ പറ്റുന്നില്ല പെൺമക്കള് മനസ്സ് പതറി നടക്കുന്ന പെൺമക്കളുണ്ട് ഈശോയെ. അവരതിൻ്റെ തെറ്റായ വഴികളിലേക്ക് അതുകൊണ്ട് പോകാൻ വേണ്ടി സമ്മർദ്ദപ്പെടുന്നവരുണ്ട് ഈശോയെ. ഇങ്ങനെയുള്ള കുടുംബ സാഹചര്യങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, രേഖകള്, സർട്ടിഫിക്കറ്റുകള്, മാർക്ക് ലിസ്റ്റുകള് വിത്ത് ഹെൽഡായി പോയവരുണ്ട് ഈശോയെ. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഒരു ലോണിന് വേണ്ടി തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാർ, ഒരാവശ്യം, ആരും സഹായിക്കാനില്ല, ആരും പറയാനില്ല, പറഞ്ഞവരെ വാക്ക് പറയും, ആ വാക്ക് അവർ തന്നെ വഞ്ചിക്കുകയും ചെയ്യും, പിന്നെ ഒരോടും ഇല്ലാത്ത അവസ്ഥയിലാകും, പിന്നെ ഒന്നേന്ന് തുടങ്ങേണ്ടി വരും. ഇങ്ങനെ ജീവിതം മടുത്ത് ഭാരപ്പെട്ട് ജീവിക്കുന്നവരെ കർത്താവ് ഈ ഒരൊറ്റ പ്രാർത്ഥനയാൽ അവരെ സന്ധികളെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ആർക്കെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ ഇന്നത്തെ ദിവസം ദൈവനാമത്തിൽ അവരുടെ ഭാരങ്ങൾ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഭജനം ലൂക്കായുടെ സുവിശേഷം 10:8. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. ഇത് കർത്താവ് ഒരു അഭിഷേക കാലം കർത്താവ് എനിക്ക് തന്ന ഒരു വ്യാഖ്യാനമാണ്. അതെന്തായത് എനിക്ക് അന്ന് കിട്ടിയത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് വിളമ്പിത്തരികയാണ്. എന്നോട് പറഞ്ഞത്, ഒരു ഇടവകയെ നീ ചെല്ലുമ്പോൾ ഞാനൊരു 10-12 ഇടവക ഇരുന്നിട്ടുണ്ട്. ഇപ്പോഴും എനിക്കൊരു കുഞ്ഞു പള്ളിയാവുള്ളത്. അപ്പം ഓരോ ഇടവകയിലും എനിക്ക് മുമ്പ് അതിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒക്കെ നമുക്കറിയാം. എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു പ്രത്യേക സെറ്റപ്പ് ഉണ്ടല്ലോ. അപ്പം അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓരോ ഇടവകയിൽ ചെല്ലണത്. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള സ്വഭാവങ്ങളും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള അതായത് കുരുക്കുന്ന രീതിയിലുള്ള തന്ത്രപൂർവമായ പൈശാചിക കരുനീക്കങ്ങളൊക്കെ ചില ഇടവരുണ്ട്. ഇതൊക്കെ പുറത്ത് പറയാൻ പറ്റുമെന്നൊക്കെ അറിയത്തില്ല. ഞാൻ അനുഭവിച്ച കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ്. 10-40 പേര് ഒരുമിച്ച് വന്നതിന് മേടൊക്കെ അല്ലെറിഞ്ഞിട്ടുണ്ട്. ഒരിടവകയിൽ ചെന്നപ്പോൾ എന്നെ തല്ലി. ഇതൊക്കെ കേൾക്കേണ്ട, വിശ്വസിക്കുക. അപ്പോഴും ഇപ്പോഴും എനിക്ക് ഇടവക ഇഷ്ടമാണ്. എന്താ കാര്യം? ഇടവക കർത്താവിൻ്റെ ഓഹരിയാണ്. എന്നുവെച്ചാൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ വചനമാണ് എന്നെ നടത്തിയത്. എന്താ വെച്ചാൽ, ഓരോ സ്ഥലത്ത് നീ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കുക. അവിടെ എന്താണ് തരുന്നത് അത് ഭക്ഷിക്കുക. ആരുടെ പേരിൽ? നന്ദി പോകും, കർത്താവിൻ്റെ പേരിൽ. നമുക്കുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, എല്ലാം മേടിക്കാൻ ഒരു നാമമുണ്ട്, എല്ലാം സ്വീകരിക്കാൻ നമുക്കൊരു നാമമുണ്ട്. ദ നെയിം ഓഫ് ജീസസ്. നമ്മളെ വളർത്താൻ വേണ്ടി ദേവപിതാവ് നമുക്ക് നൽകിയ ഒരു ബാങ്കാണ് ഈ ജീസസ് എന്ന് പറയുന്നത്. നമ്മൾ അവിടെ കൊണ്ടേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പരിചയ കൂടിക്കൊണ്ടിരിക്കും. നിത്യത വരെ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കും. എല്ലായിടത്തും ഇതുപോലെ അതായത് നല്ല മനുഷ്യരുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ഇപ്പം നിങ്ങളെ തന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടൊരു വീട്ടിൽ ചെന്ന് വിട്ടു, ആ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരിക്കലും ഒരു 30% ഒഴിച്ച് ബാക്കി 70% ആൾക്കാർക്കും കെട്ടിച്ച വീട്ടിൽ ഞെരുക്കങ്ങളാണ്. ആ വീടിൻ്റെ പ്രശ്നം മാത്രമല്ല, നമ്മുടെയും പ്രശ്നങ്ങൾ കൂടിയാണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം കെട്ടിച്ചു വിട്ട കാലത്ത് നമ്മൾ മറ്റുള്ളവരുടെ ആ കുടുംബത്തിൽ നമ്മളങ്ങനെ അവരുടെ കുടുംബത്തിൻ്റെ അംഗം പോലെ നമ്മളങ്ങനെ ഇഷ്ടമുള്ളപ്പോൾ എഴുന്നേറ്റ് ഇഷ്ടമുള്ളത് കക്ഷിച്ച്, അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അമ്മയോട് തല്ലി വെച്ചിട്ട് ഇഷ്ടമുള്ള ഭക്ഷണം മേടിച്ച് ഉണ്ടാക്കിച്ച് കഴിച്ചു. അങ്ങനെയെല്ലാം നമ്മൾ പറയണ പോലെ എല്ലാം കേട്ടാണ് നമ്മുടെ കുടുംബം ജീവിക്കുന്നത്. ഇതൊന്നും നടക്കത്തില്ല. കെട്ടിച്ച് വിട്ട് കഴിയുമ്പോൾ നമുക്ക് മക്കളായി അതേ സമ്മർദ്ദങ്ങൾ മക്കൾ നമ്മുടെ ഉണ്ടാക്കും. കെട്ടിച്ച് വിട്ട വീട്ടിൽ വേറെ ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ പുതിയ അനുഭവങ്ങൾ പകുതിയോളം നെഗറ്റീവ് അനുഭവങ്ങളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളതിങ്ങനെ പോസിറ്റീവ് അനുഭവങ്ങൾ മാത്രം തിരക്കി പോയിട്ടൊരു കഥയുമില്ല. ഈ നെഗറ്റീവ് അനുഭവങ്ങളെ വെച്ചിട്ട് അതിൻ്റെ നിന്ന് കൃപ ആർജിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. ഒരു സ്പിരിച്വൽ ഇൻ്റലിജൻസിലാണത്.
ആധ്യാത്മിക ബുദ്ധി എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഈശോ പറഞ്ഞില്ലേ, നിങ്ങൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണത് എന്താണ്? അത് ഛർദ്ദിക്കാനല്ല പറഞ്ഞത്, അത് ഭക്ഷിക്കാനല്ല പറഞ്ഞത്. ഛർദ്ദിച്ചിട്ട് ഉടനെ പൈൻ തീർത്ത് വീട്ടിൽ പോരാനല്ല പറഞ്ഞത്, വിളമ്പണത് ഭക്ഷിക്കാൻ. നമ്മൾ 2 ആഴ്ച ഭക്ഷിച്ച് കഴിയുമ്പോൾ നമുക്ക് അർത്ഥാനം, കർത്താവേ ഇത് നീ കുരിശെ കിടന്ന് ചൊറുക്ക് കഴിച്ചതിനേക്കാൾ കഷ്ടമാണ്, ഇതിനേക്കാളെന്നല്ല അതായിരുന്നു നീ പറയും. എന്നാലും ഈശോയെ ഇതെന്തുമാത്രം 2 ദിവസം അടുത്ത മാസത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ നിനക്ക് എന്തുമാത്രം, അതായത് ഒരു മനുഷ്യൻ്റെ പ്രലോഭനത്തിൻ്റെ അപ്പുറത്ത്, അവന് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്ത് അവന് പ്രലോഭനം ഉണ്ടാകത്തില്ലെന്നാണ് പൗലോസ് പറയുന്നത്. അപ്പം നമ്മൾ പറ്റുന്നത്രയും ഇതെല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ഏത് ഭവനം ചെന്നാലും വിളമ്പണം ഭക്ഷിക്കാൻ പറയും. അപ്പം നമ്മളെങ്ങനെ ഭക്ഷിക്കും? കാരണം ദൈവഹിതത്തിന് ഭക്ഷണമെന്നാണ് ഈശോ വിളിക്കുന്നത്. ഇപ്പം 4:36 യോഹന്നാൻ്റെ സുവിശേഷമല്ലേ, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്, ആരെങ്കിലും ഒരു ഭക്ഷണം കൊടുത്ത് കാണുമെന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയും, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. അപ്പം ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ദൈവഹിതം നിറവേറ്റണമെന്നാണ് ഈ പറയണത്. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ വിളമ്പണം ഭക്ഷിക്കാൻ, അത് അവിടെ ദൈവഹിതം അതായിരിക്കും. ചിലപ്പോൾ ഭർത്താവിൻ്റെ അനിയനോ ഭർത്താവിൻ്റെ ചേട്ടനോ ഭർത്താവിനെയോ മാനസിക വിഭ്രാന്തിയുള്ള ആളായിരിക്കും. ചിലർ അവിടെ പിടിച്ചു നിന്നിട്ട് അത് കൃപയാക്കി വളർത്തും. അപ്പം നിങ്ങൾ ഓർക്കും കൃപ കിട്ടിയിട്ട് എന്നെ കിട്ടാനാണ്. കൃപയെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാൻ മാതാവിന് നേരെ കണ്ട ആളാണ്. അപ്പം എനിക്ക് നിത്യത എന്താണ്, കൃപ എന്താണെന്ന് അറിയാം. നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്ന പല സാധനവും സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല. നമുക്ക് സിമിത്തേരി വരെ പോലും പ്രയോജനപ്പെടുത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചവപ്പെട്ടിയെക്കുറിച്ച് പറയത്തില്ലേ, അത് വാങ്ങുന്നതിന് ഉപയോഗിക്കുന്നതിന് വാങ്ങുന്നില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ പല അനുഗ്രഹങ്ങളുടെ ചവപ്പെട്ടി അനുഗ്രഹങ്ങളാണ് നമുക്കുള്ളത്. എന്നുവെച്ചാൽ ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ആയുസ്സിൽ ആവശ്യമായ സംഭവങ്ങൾ കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ തന്നെ മടുത്തു പോകും. എല്ലാം ഈ ഭൂമിയിലെ സ്വർഗം ഉള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ മടുപ്പെന്ന സംഭവം. അതാണ് വിഷയം. എല്ലാത്തിനും മടുപ്പല്ലേ മനുഷ്യനെ. സഭാപ്രസംഗം എന്താണ്? മായ സകലതും മായ എന്ന് പറഞ്ഞിട്ട് എന്താണ്? ജീവിതം മടുപ്പാണെന്ന് പറയുന്നത്. വെച്ചാൽ മനുഷ്യനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇവിടെ ഒന്നുമില്ലെന്നാണ്. ശാശ്വത തൃപ്തി, ശാശ്വത സ്വർഗം മാത്രമാണ്. അപ്പം സ്വർഗത്തിന് ആ പ്രൊമിഷൻ കിട്ടിയിട്ടാണ് ഭൂമിയും അതിൻ്റെ ജീവിതവും ദൈവം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ വിളമ്പട ഭക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരാളുടെ നിൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ നിൻ്റെ സ്കൂളിൽ അല്ലെങ്കിൽ നിൻ്റെ യാത്രയിൽ നിനക്ക് ദുഃഖാനുഭവം ഉണ്ടായി, ഓക്കെ, കർത്താവിൻ്റെ നാമത്തെ സ്വീകരിക്കുന്നു. വിളമ്പണത് ഈ ദിവസം വിളമ്പി തന്നത് ഈശോയുടെ നാമത്തെ സ്പർശിക്കുന്നു. ഈശോയുടെ നാമത്തെ കഴിയുമ്പോൾ അത് കൃപയായിട്ട് മാറും. അങ്ങനെ കൃപയിൽ നിന്നെ വളർത്താനും നിലനിർത്താനും നിത്യതയ്ക്ക് വേണ്ടത് നിക്ഷേപിക്കാനാണ് കർത്താവ് നിന്നെ പ്രത്യേക വഴികളിലൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് തിരിച്ചറിയാനുള്ള കഴിവുണ്ടായാൽ മാത്രം മതി. ഉടമ്പടി ധ്യാനം നിങ്ങൾ കുടുംബമൊക്കെ മനസ്സിലാകുന്നില്ലേ? അതിൻ്റെ അകത്ത് ക്രിസ്ത്യൻ നോൺ ക്രിസ്ത്യൻ അങ്ങനെയൊന്നും ഇല്ലെന്ന് തോന്നണം. കാര്യം കവനൻ്റെ റിസൾട്ട് വരുമ്പോൾ നമ്മൾക്ക് ആരാണ് ക്രിസ്ത്യൻ ആരാണ് നോൺ ക്രിസ്ത്യൻസ് എന്ന് എവിടെയും കിട്ടത്തില്ല. കാര്യം എന്താണ്? ആരാണ് ഹൃദയശുദ്ധിയുള്ളവരെ, ആരാണ് ദൈവത്തോട് സത്യസന്ധതയുള്ളവരെ, ആരാണ് വചനത്തിൽ വിശ്വസിക്കാൻ കഴിവുള്ളവരെ. അത് കപ്പാസിറ്റിയാണത്. അതൊരു കപ്പാസിറ്റിയാണ്. നിങ്ങൾ വിജയിക്കേണ്ടത് കവനൻ്റ് കപ്പാസിറ്റി ഒരേ സമയം ഒരേ രീതിയിൽ പോണതാണ്. നിങ്ങൾ കവനൻ്റിലാണെങ്കിൽ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം. നിങ്ങൾ അനുദപിക്കാൻ പറയുന്നതും സൽപ്രവൃത്തികൾ ചെയ്യാൻ പറയുന്നതും സാക്ഷികളാകാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ കപ്പാസിറ്റി എംപവർ ചെയ്യാനാണ്. എന്താണ്? അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവ മക്കളാകാനുള്ള കഴിവ് നൽകി. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. യോഹന്നാൻ 1:12 തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സിമ്പിൾ ഫോർമുലയാണ് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി നൽകുന്നത്. അതാണ് നടപടി പുസ്തകത്തിന്റെ 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ ഈ സ്നാനം എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ അതൊരു മതപരിവർത്തനമായിട്ട് മാറും. സ്വാഭാവികമായിട്ട് ആ റിസ്ക് ഒക്കെ എടുത്തിട്ട് സ്വന്തമായിട്ട് സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ആ വിഷയം നമുക്ക് നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ലക്ഷ്യങ്ങൾ വരുന്ന വിഷയമല്ല. പക്ഷേ നമ്മുടെ ലക്ഷ്യങ്ങൾ വരുന്ന ഒരു വിഷയമുണ്ട്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്നാനം നമുക്ക്
പള്ളിയുടെയും മതത്തിൻ്റെയും ഭാഗമല്ലാതെ ഒരു പൊതു സ്നാനമായിട്ട് സ്വീകരിക്കാൻ പറ്റും. എങ്ങനെയാണ്? നമുക്ക് പരിശുദ്ധാത്മ കിട്ടുകയല്ലേ പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധാത്മ നിത്യയുടെ മുദ്രയല്ലേ നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റണത്? ഈ സ്നാനം എന്ന് പറയണത് എന്താ? കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? 12:50 എടുത്തേ, ലൂക്ക 12:50. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. ഓക്കെ, പറഞ്ഞ എന്താണ്? എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാവുകയോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പൊ കർത്താവ് പറഞ്ഞ സ്നാനം ഏതാണ്? ആ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന സ്നാനം ഏതാണ്? കർത്താവിൻ്റെ പീഡാസകനങ്ങളാണ്. ഈ പീഡാസകനങ്ങളെ ഈശോ എന്തെന്നാ വിളിക്കണത്? സ്നാനം എന്നാണ് വിളിച്ചിരിക്കുന്നത്. പീഡിയ. ഈ സ്നാനം നിൻ്റെ കുടുംബത്തിലെ പീഡാസകനങ്ങൾ, നിൻ്റെ കുടുംബത്തിൻ്റെ രോഗമാകാം, നിൻ്റെ കുടുംബത്തിൻ്റെ ചിലപ്പോൾ നിരാകരിക്കപ്പെട്ട അവസ്ഥയാകാം, നീ കടന്നു പോകുന്ന എല്ലാ മേഖലയിലൂടെയും കർത്താവ് കടന്നു പോയതാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കടന്നു പോകുന്ന എല്ലാ മേഖലകളെയും കടന്നുപോയ കർത്താവിനെ, നിൻ്റെ പീഡാസകരങ്ങളെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ ജീവിതത്തെ നീ സമീപിക്കുകയാണ്. ഇപ്പം നിൻ്റെ ചിലപ്പോൾ കാരണം കൂടാതെ വെറുത്ത് കാണും. ഇപ്പോൾ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഈ കാലത്ത് ഏറ്റവും കൂടുതൽ കാരണം കൂടാതെ വെറുക്കപ്പെടുന്നത് എന്താ? ഏറ്റവും കൂടുതൽ ഒരു കാരണമില്ലാതെ വെറുക്കപ്പെടുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ചില കാരണങ്ങൾ പരസ്യമാകാം, ചില കാര്യങ്ങൾ രഹസ്യമാകാം. എല്ലാം മുതലെടുപ്പാണെന്ന് മനസ്സിലാക്കിയാൽ മതി. കാരണം കൂടാതെ നിന്നെ വെറുക്കും. നീ നോക്കുമ്പോൾ കാരണമൊന്നുമില്ല. നിൻ്റെ ഭർത്താവ് നിന്നെ വെറുക്കാൻ കാരണമൊന്നുമില്ല. ബൈബിളിലുണ്ട് കാരണം കൂടാതെ അവൻ വെറുക്കപ്പെട്ടെന്ന്. നീ കാരണം കൂടാതെ വെറുക്കപ്പെട്ടിരിക്കെങ്കിലേ, അപ്പം നിൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ നിൻ്റെ ഭാര്യ സ്വിറ്റ്സർലൻഡിൽ നിന്ന് വന്നിട്ട് പിന്നെ നിൻ്റെ വീട്ടിൽ വരണില്ല, അവളുടെ വീട്ടിൽ പോയിരിക്കുക, കാര്യം ചോദിച്ചിട്ട് പറയണമില്ല. അപ്പം നീ വന്ന് എന്നോട് ചോദിക്കുക, അച്ഛാ കാര്യം എന്താണ് അച്ഛാ? ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല അച്ഛാ. എന്നിട്ട് അവളെന്താ എൻ്റെ ഫോൺ എടുക്കാത്തതെന്ന് എന്നോട് ചോദിക്കും. ഞാൻ അതിൻ്റെ ഉടമ്പടി കറക്റ്റാണ്, ഞാൻ പറയാം അവളെന്താ ഫോൺ എടുക്കാത്തതെന്ന്. ഉടമ്പടി കറക്റ്റാണെന്ന് നോക്കും ആദ്യം, ഞാൻ പേപ്പർ നോക്കും, കറക്റ്റ് ചെയ്യും. അപ്പം ചില സമയത്ത് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടും. ഭാര്യയാകാൻ തെറ്റിദ്ധരിക്കണത് ഭർത്താവുമാകാം. പക്ഷെ നീ അത് കർത്താവിൻ്റെ നാമത്തിലാണ് എടുക്കണമെങ്കിൽ അവർ കാരണം കൂടാതെ എന്നെ വെറുത്ത് ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളാണ്. നിൻ്റെ രോഗമാകാം. അപ്പം നമ്മുടെ രോഗങ്ങളാണ് അവൻ ചുമന്നത് എന്ന് പറയുന്നത്. നമ്മുടെ പാപങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ ഭാരങ്ങളാണ് അവൻ വഹിച്ചത്. ഐശയ്യാ 53:7 ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കഷ്ടപ്പാടുകൾ, ഭാരങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, വെൻ യു ടേക്ക് ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യു റിസീവ് ജീസസ്. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിലെടുത്താൽ കർത്താവിനെ സ്നാനപ്പെടുന്ന പോലെയാവും. മനസ്സിലായില്ലേ? നിൻ്റെ വേദന, നിൻ്റെ രോഗം, നിൻ്റെ പീഡ, നീ അനുഭവിക്കുന്ന തെറ്റിദ്ധാരണ, നീ അനുഭവിക്കുന്ന സംശയ രോഗങ്ങൾ, അത് നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ നോ കംപ്ലൈൻറ്റ്. പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ പോയി ചവിട്ടരുത് നീ. പക്ഷേ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഉടനെ മരിയൻ ഫോർമാറ്റിലേക്ക് നിൻ്റെ ജീവിതം ക്രമീകരിക്കും. എന്താണ്? അമ്മയ്ക്ക് കിട്ടിയ എല്ലാ സഹനങ്ങളും ദൈവത്തിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്ന കാരണം അമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൃദയത്തിൽ സംഭരിക്കും, മിണ്ടത്തില്ല. ഈ അക്കൗണ്ടിലേക്ക്, മരിയൻ അക്കൗണ്ടിലേക്ക് ഇത് കരി ഓവർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മൗനമാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ, നിൻ്റെ അയൽവാസി, നിൻ്റെ ബന്ധുക്കൾ നിന്നെ വിഷമിപ്പിക്കുകയോ ഞെരുക്കുകയോ മനഃപൂർവ്വം ഏഷണി, പക, പരദൂഷണം നിന്നെ വിഷമിപ്പിക്കുകയും നിൻ്റെ വളർച്ചയെ മുരടിപ്പിക്കുകയും ചെയ്താൽ when you take it in the name of Jesus Christ, you have baptized in the name of Jesus Christ. അപ്പോൾ നിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചാൽ നീ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്നാനസ്ഥാനത്തിൻ്റെ ശരീരഭാഷ എന്താണ്? മൗനമാണ്. കിടന്ന് കാറകുക വരാം. അമ്മയുടെ ജീവിതം നിത്യജ്ഞാനസ്ഥാനത്തിൻ്റെ ജീവിതമാണ്. എന്താ കാര്യം? എല്ലാ സഹനങ്ങളിലും ദൈവം സ്നാനപ്പെടുത്തുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അമ്മ ഹൃദയത്തെ സംഗ്രഹിച്ച് മൗനമായിരിക്കും. ദൈവമല്ലേ കർത്താവ് നിന്നോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ എന്താ സംസാരിക്കണത്? നിൻ്റെ ജ്ഞാനസ്ഥാനങ്ങളിലെ നീ മൗനമായിരുന്നു കൊണ്ട് അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോ നിന്നെ രൂപപ്പെടാൻ വേണ്ടി, കർത്താവിൻ്റെ നാമത്തിൽ നീ ഈറ്റുന്നു അനുഭവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എന്താണ്? നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. അപ്പം നിങ്ങളുടെ സഹനങ്ങളാകുന്ന ജ്ഞാനസ്ഥാനത്തിന് പാപത്തെ മോചിപ്പിക്കാനുള്ള കഴിവുണ്ട്. സഭയിൽ കവദാസ ജീവിതം കഴിക്കാത്തവരെ അച്ഛൻ്റെ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈശോ സംസാരിക്കണമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്തെങ്കിലും പാപങ്ങൾ കുമ്പസാരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പാപാവസ്ഥയുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
നിങ്ങളുടെ സഹനങ്ങളെ കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനമായിട്ട് എടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ കാഴ്ചവെച്ചുകൊണ്ട് എൻ്റെ പാപത്തിന് ഞാൻ എൻ്റെ സഹനം കൊണ്ട് പരിഹാരം ചെയ്തുകൊണ്ട് കർത്താവിനെ ആത്മാവിനെ സ്നാനപ്പെടുത്തുന്നത് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. അത് വിശ്വാസത്തിലാണ് ഈ സ്നാനം ആൾക്കാർ ചെയ്യണത്. നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ ക്ഷതങ്ങളെ മാനസികമായ ശാരീരികമാകാൻ അത് നമ്മൾ കർത്താവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നീ ഒരു സഹനത്താൽ ആത്മീയ സ്നാനം പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആത്മാവിനും അനുഗ്രഹത്തിനും നീ അവകാശിയായി മാറുന്നെന്നാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഉപദേശങ്ങൾ. കഴിഞ്ഞ ദിവസം കൊണ്ട് സാക്ഷിയുണ്ടായി. അവിടെ സാക്ഷി അജിഷ നടുവട്ടം സ്ഥലം എവിടെയാ? അങ്കമാലി. അജിഷയുടെ സാക്ഷ്യം ഇതുപോലെ കർത്താവിൻ്റെ ശരീരത്തോട് ഐക്യദാർഢ്യം പുലർത്തിക്കൊണ്ട് സ്നാനമേൽക്കുന്നതിലൂടെ ഉണ്ടാകുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യമാണ്. അജിഷയുടെ വിഷയം എന്താണ്? അജിഷയ്ക്ക് കോവിഡ് വന്ന് സർവാംഗം തളർന്നുപോയി. ഡോക്ടർ പറഞ്ഞു ഇനി എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈശോയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് പറഞ്ഞു. എന്താ കാര്യം? കർത്താവിനെ നടത്തുമെന്ന് എൻ്റെ അർത്ഥം. ഏത് സഹനങ്ങൾ വരുമ്പോഴും ക്രിസ്തുവിനെ മാറ്റി അത് ക്യാരി ഓവർ, ആ അക്കൗണ്ടിലേക്ക് ക്യാരി ഓവർ ചെയ്യണം. കണ്ടില്ല, അവളുടെ കോവിഡ് തറവാദത്തെ കർത്താവിൻ്റെ നാമത്തിലേക്ക് അവളെ മാറ്റിയിട്ട് അത് സ്നാനമായിട്ട് ഏൽക്കുകയാണ്. അങ്ങനെ അവൾ അത് പറഞ്ഞോടുകൂടി വടി കുത്തിപ്പിടിച്ചിരുന്നേക്കാൻ പറ്റുന്ന കണ്ടീഷനിലായി ആൾ ഓൺലൈൻ ഉടമ്പടി ചെയ്ത ശേഷം ഇവിടെ വന്ന് അവളുടെ ഫ്രണ്ടാണ് ആദ്യം ഉടമ്പടി എടുക്കുന്നത് ഇവർക്ക് വേണ്ടി. അപ്പോഴാണ് ഇവൾ വടി കുത്തിപ്പിടിച്ചിരുന്നേക്കുന്നത്. ഈ വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ. ഭർത്താവിന് ഇതിലൊന്നും വിശ്വാസമില്ല. അപ്പോൾ വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഇരുന്ന് വന്നപ്പോഴേ ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞ് നടക്കത്തില്ല, 3-ാം നിലയിലാണ്. കാര്യം വടിയും കുത്തിപ്പിടിച്ചല്ലേ, ഭയങ്കര വേദനയാണ്, മുട്ടിനും സന്ധ്യബന്ധങ്ങൾക്കും എല്ലാം വേദനയാണ്. ഈ വേദനയാണ് ഇവിടെ കർത്താവിൻ്റെ പേരിൽ ഏറ്റെടുത്തിട്ട് സ്നാനമാക്കി മാറ്റണത്. അപ്പോൾ ഇവിടെ ഉടനെ അവിടെ പറഞ്ഞു വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ മോളിൽ പോയി ഉടമ്പടി ധ്യാനം കൂടുമെന്ന് പറഞ്ഞു. അവിടെയാണ് വിഷയം. അതാണ് വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല, വിശ്വാസം പ്രകടിപ്പിക്കണം. വടിയും കുത്തിപ്പിടിച്ചാണെങ്കിലും ഞാൻ അപ്പം അനങ്ങാൻ പാടില്ല, പാർട്ടിക്ക് കസേലാണ് ഇരിപ്പ്, എല്ലാ ബന്ധങ്ങളിലും വേദന ഉണ്ട്. വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുന്നത്. വടിയും കുത്തിപ്പിടിച്ച് ഇവിടെ ഉടമ്പടി നടക്കത്തില്ലെന്ന് പറയുമ്പോൾ ഇവിടെ പറയും വടിയും കുത്തിപ്പിടിച്ചാണെങ്കിൽ ഞാൻ മോളിൽ കയറി ഉടമ്പടി എടുക്കുമെന്ന് പറയും. അപ്പോൾ അത് സിൻസിയറല്ലേ? ഹൃദയശുദ്ധിയുള്ള ഒരു ദൈവത്തെ കാണുന്നില്ലേ? അതാ ഹൃദയശുദ്ധിയല്ലേ? അത് കളങ്കമില്ലല്ലോ. എന്തെങ്കിലും മുതലാക്കാൻ വേണ്ടി വരികയല്ല, ഉള്ളത് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അവൾ സത്യസന്ധയാണെന്ന് തെളിയിക്കാൻ വേണ്ടി കിട്ടിയ അവസരം അവൾ ഉപയോഗിക്കുകയാണ്. അവൾ വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ മുടന്തി മോളിൽ കയറിയ ശേഷം ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത ശേഷം താഴെ വന്നിരിക്കുമ്പോൾ ഒരു ചുവപ്പ് ഷർട്ട് ഒരു വെള്ള മുണ്ട് കൊടുത്ത ഒരാൾ ഇവിടുത്തെ വരും. എന്താ നിങ്ങൾ ഇവിടെ വന്നെന്ന് ചോദിക്കും. അപ്പോൾ കാര്യം പറയും. അപ്പോൾ നിങ്ങൾ ഒറ്റക്കാണോ? അല്ല, ഭർത്താവുണ്ട്. ശരി, ഭർത്താവിന് എന്താ കൊണ്ടുവന്നതെന്ന് ചോദിക്കും. ഇത് ചോദിച്ചിട്ട് ആ മനുഷ്യൻ ഉടനെ പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ ആളെ കാണത്തില്ല. താഴേക്ക് നോക്കുമ്പോൾ, പുറകിൽ നോക്കുമ്പോൾ ഭർത്താവ് ഇരിക്കുന്ന സ്ഥലത്ത് നോക്കുമ്പോൾ ഭർത്താവിനും കാണാനില്ല. കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വരും. എന്താ പ്രശ്നം വെച്ചാൽ ഭർത്താവിൻ്റെ അസുഖം അൾസറാണ്. കുടൽ പഴുത്തിട്ട് ചോരയും പഴുപ്പും കൂടി മരത്തി കൂടി വരുന്ന അസുഖമാണ്. അത് മാറണില്ലത്. അത് വർഷമായിട്ട് കുടൽ പുണ്ണായി പോയിട്ട് ചോരയും പഴുപ്പും ചീറ്റണ അസുഖമാണ്. പാങ്ക്രിയാസ്. അപ്പോൾ ഈ അസുഖമാണ്. ഈ അസുഖത്തിന് ആണ് ഭർത്താവ് വന്നത്. പക്ഷേ അയാൾക്ക് വിശ്വാസം ഇല്ലല്ലോ. വൈഫാണെങ്കിൽ വിശ്വാസത്തിൽ ഉടനെ അവളെ വിശ്വാസം പ്രഖ്യാപിച്ച് കഴിഞ്ഞു. ഈ വടിയും കുത്തിപ്പിടിച്ച് മുകളിലോട്ട് കയറി അവൾ വിശ്വാസം പ്രഖ്യാപിച്ച് അത് സത്യസന്ധമാണെന്ന് സർട്ടിഫൈഡ് ഫെയ്ത്താണത്. അതാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ ഫെയ്ത്താണെങ്കിലും സർട്ടിഫൈഡ് ആക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ജ്ഞാനസ്ഥാനത്തോടെ സംഭവിക്കുന്നത്. നമ്മുടെ വേദന, കഷ്ടപ്പാട് വിശ്വാസം പ്രഖ്യാപിച്ച് ഈശോയുടെ നാമത്തെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ഉടനെ ആത്മാവൻ ലഭിക്കും. അപ്പോൾ അത് സർട്ടിഫൈഡ് ആവും. ഇവിടെ ഫെയ്ത്ത് സർട്ടിഫൈഡ് ആയി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഇയാൾ നിൻ്റെ ഭർത്താവ് നിൻ്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഭർത്താവിനെ കാണാനില്ല. ഭർത്താവിന് ആ സമയത്ത് സംഭവിച്ചത് എന്താണ്? പെട്ടെന്ന് ഒരു വേദന വന്നിട്ട് ഇവൻ ബാത്റൂമിൽ പോയി. തിരിച്ചു വന്നിട്ട് ഇവൻ സന്തോഷത്തോടെയാണ് വരണത്. കാര്യം ബാത്റൂമിൽ വെച്ച് അവന് ഇതെല്ലാം പഴുപ്പും ചോരയെല്ലാം പോയി കഴിഞ്ഞപ്പോൾ അവൻ ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഈ രോഗം സുഖപ്പെട്ടത് അവൻ്റെ ശരീരത്തിൽ അവന് ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യും. അപ്പോഴവ അവൻ്റെ പേര് അജി വന്നിട്ട് പറയും, ഇനി ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇപ്പം എനിക്ക് നല്ല സുഖമാണ്. ഇപ്പം വരാൻ അറിയാമല്ലോ, ഈ പങ്ക്രാസ് പഴുത്ത ആളെ കൊണ്ടുവരുമ്പോൾ അറിയാമല്ലോ എന്താ വകുപ്പിലേക്ക് വരണമെന്ന്. അതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ മാറി ഇവൻ ഓക്കെ ആവും. ഇന്ന് വരെ ആ അസുഖവനില്ല.
ആ സാക്ഷ്യങ്ങൾ കിടപ്പുണ്ട്. എന്താ സംഭവിച്ചത്? ഇവളാണെങ്കിൽ, ഈ അജീഷ എന്ന് പറയുന്നതാണെങ്കിൽ ഉടമ്പടി എടുത്തോടുകൂടി അവളുടെ രോഗം വടിയെ കുത്തിപ്പിടിച്ച് നടന്ന ആൾ വടിയെല്ലാം മാറ്റി ആൾ ഓക്കെയായി വണ്ടിയെ പോകാൻ തുടങ്ങിയ അവസ്ഥ. സ്വന്തമായിട്ട് സ്കൂട്ടർ ഓടിക്കാൻ തുടങ്ങി. സ്കൂട്ടർ ഓടിച്ചിട്ട് അവൾ 3 കൊല്ലമായിട്ട് അവൾക്ക് ജോലിയില്ല. 3ാമത്തെ കൊല്ലം ശരിക്കും ഇയർ ബാക്ക് ആയില്ലേ, എന്നിട്ട് ഒരു നേഴ്സായിട്ട് അവൾ അപ്പോയിൻറ്റഡ് ആയി, ജോലിയായി. പ്രബടാന്നാണ് ഈശോ. അതായത് ഒരിക്കൽ നീ വിശ്വാസം സത്യസന്ധമാണെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം ആരാണെന്ന്, ദൈവത്തിൻ്റെ നാമം എന്താണെന്ന്, യേശുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന നിത്യസൗഖ്യം എന്താണെന്ന്, ശരീരസൗഖ്യം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയും. ഇതെന്ന് പറഞ്ഞാൽ ആരാണ്? ആർക്കും വേണമെങ്കിൽ അവരെ, അതായത് ഒരു മതത്തിൻ്റെ ഭാഗമല്ലാതെ നിന്നുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ സന്തോഷത്തോടെയും കരുത്തോടെയും നിത്യരക്ഷയോടെ ജീവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ സ്വയമായിട്ട് പ്രവർത്തനത്തിന്റെ സത്യസന്ധതയിലൂടെ കണ്ടെത്തേണ്ടതാണ്. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആലയത്തിലുള്ള അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ കൂടെ വസിക്കുന്ന അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനിങ്ങനെ നിങ്ങളുടെ ഓരോ മനുഷ്യരുടെ അനുഭവങ്ങളിൽ പോയാണ് സുവിശേഷ വ്യാഖ്യാനിക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് ഒരു മതത്തിൻ്റെ ഭാഗമാണെന്ന് നിങ്ങളോട് പറയും അച്ഛൻ മതം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ നിന്നവർ നിങ്ങൾ ജനിച്ച മതത്തിലെ വിശ്വാസത്തിലെ സംസ്കാരത്തിൽ അത് സംസ്കാര രീതിയിൽ ജീവിച്ചു പോകും. പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിക്കണം ഇതുമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല. ക്രിസ്തുവിനെ സ്വീകരിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് അനുതാപവും അവൻ്റെ നാമത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമാണ്. ഞങ്ങളെ പിന്നെ ഔദ്യോഗിക സഭയിലെ അംഗങ്ങൾ അത് ജന്മനായി ഞങ്ങൾക്ക് ദൈവം ആ ഒരു കൃപ തന്നതാണ്. കൗദാസ്യ ജീവിതം കുമ്പസാരിക്കാനും വിവാഹം എന്ന കുദാശ കുഞ്ഞുങ്ങളെ പുണ്യഭവന വളർത്താൻ കൗദാസ്യവുമായിട്ട് ഐക്യപ്പെട്ടുകൊണ്ട് ഒരു കൂദാശ ജീവിതം നയിക്കാൻ വേണ്ടി ക്രിസ്തു സ്ഥാപിച്ച സഭയിൽ ഞങ്ങൾക്ക് പട്ടാഭിഷേകം തന്നു. അത് ഒരു ദൈവകൃപയാണ്. അതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. പക്ഷേ അതിലേക്ക് നിങ്ങളെ 0 പോയിന്റ് നിൽക്കുന്ന ആൾക്കാർ ആ സങ്കീർണതയിലേക്ക് വരുന്നതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്ന് ദൈവം ചിലപ്പോൾ അങ്ങനെ അനുവദിക്കത്തുമില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് അനുവദിക്കത്തില്ല. അങ്ങനെ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. അങ്ങനെ ജീവിത സാഹചര്യം പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള വിഷയങ്ങൾ ലളിതമാണ്. അപ്പം മാതാവിൻ്റെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യം നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ അത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നാണ് ഞാനീ പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. കർത്താവ് ജനിച്ചപ്പോൾ മാലാഖ നൽകിയ മംഗളവാർത്തയിൽ ഒന്ന് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർക്ക്. ദാറ്റ് ഈസ് ഐ ആം പ്രൊക്ലൈമിങ്. സുവിശേഷത്തിൽ മാലാഖ എന്നാണ് ഇടയന്മാരോട് പറഞ്ഞത്, യഹൂദന്മാരല്ലാത്തവരോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഇത് ക്രിസ്തു സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് ക്രിസ്തു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ്. ആ സന്തോഷം മാനവരാശിയുടെ അവകാശമാണ്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ഇടനെഞ്ചിലും തലയിലും ഇടത് കൈ നെഞ്ചത്തും വലത് കൈ ശിരസ്സിലും വെച്ചുകൊണ്ട് സർവാംഗ രോഗങ്ങൾക്കായി ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാം. മാതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇട്ടുമുഴക്കാൻ പോലെ സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അടിപ്പണ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഉച്ചമുതൽ ഉള്ളംകാലം വരെ ഈശോയുടെ നാമത്തിൽ അടിപ്പണ പോലെ കർത്താവേ പ്രസരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പൂർവികരും അങ്ങനെ തിരുസന്നിധി ചെയ്തു പോയ നിന്ദാപമാനങ്ങളെ ഓർത്തുകൊണ്ട് കർത്താവേ അങ്ങനെ തിരിച്ചോരെ ഓർത്തുകൊണ്ട് കണ്ണെത്തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുമുറവാർന്ന് വലതുകരം അടിപ്പെടുതാകുന്ന അത്ഭുതകരം ഓരോ മുഴകളെ സ്പർശിക്കണമേ, ഓരോ സൃഷ്ടികളെ സ്പർശിക്കണമേ, ക്യാൻസറിനെ സ്പർശിക്കണമേ, ഓരോ അവയവങ്ങൾ ഉണ്ടാകുന്ന രോഗങ്ങൾ സ്പർശിക്കണമേ. ഓരോ കോഷ്ടങ്ങളെയും കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഞരമ്പുകളെ കഴുകണമേ. പാദരോഗികള്, കിഡ്നി രോഗികള്, ഹൃദയരോഗികള്, തൊഴിലസുഖങ്ങള്, തൊണ്ടസുഖങ്ങളുള്ളവർ, സ്പോണ്ടിലോസിസ് അസുഖമുള്ളവര്, തലച്ചോറിന് രോഗങ്ങളുള്ളവര്, ശ്വാസകോശങ്ങൾക്ക് രോഗങ്ങളുള്ളവര്, ബ്രസ്റ്റിന് രോഗങ്ങളുള്ളവര്, ഉദര രോഗങ്ങള്, പാൻക്രിയാസ് രോഗങ്ങള്, ശ്വാസകോശ രോഗങ്ങള് യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോട്ടെ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് അങ്ങയുടെ നാമത്തെ ഈ ആരാധനയിലൂടെ കൈകൾ രണ്ടും പിടച്ച് നെഞ്ചത്ത് വെക്കുക. ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓൺലൈനുള്ളവർ ശ്രദ്ധിക്കുക. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, വിദേശങ്ങളിൽ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നവര്, വിദേശ ജോലിക്ക് തടസ്സമുള്ളവര്, വിദേശത്ത് ജോലി നഷ്ടപ്പെട്ടവര്, എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ വേദനിപ്പിക്കുന്നവര്, ജോലി സ്ഥലങ്ങളിൽ നിങ്ങളെ മാനസികമായി പീഡിപ്പിക്കുന്നവര് എല്ലാവരും വിശുദ്ധമായ രക്തത്താൽ കർത്താവ് തളിക്കപ്പെടട്ടെ. കർത്താവ്, ജോലി നാട്ടിലില്ലാത്തവര്,
പരീക്ഷ എഴുതി നിൽക്കുന്നവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, ചില തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവരുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനുള്ളവർ പ്രത്യേക ഡേറ്റുകൾ ഓർക്കുക. ഈ മാസം കടന്നു പോകേണ്ട, ഈ ആഴ്ചയിൽ കടന്നു പോകേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. പരീക്ഷാ ഡേറ്റുകൾ, ഇൻ്റർവ്യൂ ഡേറ്റുകൾ, യാത്രാ ഡേറ്റുകൾ, രജിസ്ട്രേഷൻ ഡേറ്റുകൾ, ജപ്റ്റ് ഡേറ്റുകൾ, എല്ലാ ഡേറ്റുകളും സമർപ്പിക്കട്ടെ. അശുദ്ധമായ സ്തുതികളെ മക്കളില്ലാത്തവരെ, ഗർഭിണികൾക്ക്, ഗർഭത്തെ ശിശുവിന് രോഗങ്ങളുള്ളവർ, ഗർഭിണികൾക്ക് പലതരത്തിലുള്ള വൈകല്യങ്ങൾ, തകരാറുള്ളവർ പ്രാർത്ഥിക്കട്ടെ. മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കട്ടെ. കുടുംബ തകർച്ചയുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഡൈവേഴ്സ് ആയിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കോടതി കേസുള്ളവർ പ്രാർത്ഥിക്കട്ടെ. ഇടിമുഴക്കം പോലെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ ജീവിത ദുരിതങ്ങളും തടസ്സങ്ങളും നീങ്ങിപ്പോയിക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ. എല്ലാവരും മുട്ടേന്നിക്കുക. മരിയൻ ഉടമ്പടിയിലൂടെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന കാരുണ്യത്തിനും രാത്രിയിൽ പ്രദർശിപ്പിക്കുന്ന വിശ്വസ്തതയ്ക്കും നന്ദി പറയുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവ കൃപ കരയേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.